കൊച്ചി ക്വീൻസ് വാക്ക്വേയിൽ രാത്രിയിലെ കാറുകളുടെ മത്സരയോട്ടത്തിൽ നടപടിയെടുത്ത് പോലീസ് 4 കാറുകൾ സെൻട്രൽ പോലീസ് പിടിച്ചെടുത്തു. കാറുകളിൽ ഘടിപ്പിച്ചിരുന്നത് അനധികൃത സൈലൻസറുകളാണ്. കാതടപ്പിക്കുന്ന ശബ്ദത്തിന് പുറമെ തീതുപ്പുന്ന സൈലൻസറും കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. സഹിൻ ആൻ്റണി വിവരങ്ങൾ നൽകും. സഹിന്, കൊച്ചി നഗരത്തിന് നടുവിൽ ഇങ്ങനെ രാത്രിയിൽ ഇത്രക്ക് ഭീകരമായ തോതിൽ ഓട്ടം നടത്തുകയായിരുന്നോ ഇവർ? ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇത് ഇല്ലാതാക്കാനുള്ള വിധത്തിൽ പോലീസ് നടപടികളായിട്ടുണ്ടോ? ഈ 4 പേര് മാത്രമേ ഉള്ളൂ, അല്ലെ 4 വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ? സനീഷ, നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഈ വാഹനങ്ങളൊക്കെ പിടിച്ചിട്ട് പോലീസ് അതിൻ്റെ സൈലൻസറൊക്കെ അഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈലൻസർ അഴിച്ച് പുതിയ സൈലൻസർ പിടിപ്പിച്ചാൽ മാത്രമേ ഇവർക്ക് ഫൈൻ പോലും അടക്കാൻ കഴിയുള്ളൂ. ഈ പറയുന്ന പോലെ തന്നെ സൈലൻസർ എല്ലാം അഴിച്ചിട്ടിരിക്കുകയാണ്. വാഹനത്തിൻ്റെ തൊട്ടപ്പുറം തന്നെ കാണാം. അതാണ് ആ കാണുന്ന 2 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. ആദ്യമേ തുടക്കത്തിൽ ക്വീൻസ് വാക്ക്വേയിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനങ്ങളാണ് ഈ കാണുന്നത്. അലോഷി, ഈ 2 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. വളരെ ആഡംബര രീതിയിലെല്ലാം മോഡിഫൈ ചെയ്ത തീതുപ്പുന്ന സൈലൻസറുകളൊക്കെ പിടിപ്പിച്ച 2 കാറുകളാണ്. ഒന്ന് ഈ കാണുന്നതാണ്. ഇവരെല്ലാം റീൽസ് എടുക്കാൻ വേണ്ടിയാണ് ഈ കാറ് കൊണ്ടുവന്നത്. ഈ കാണുന്നത് പോലെ തന്നെ ഈ കാറ് കൊണ്ടുവന്നത് റീൽസ് എടുക്കുന്നതിനും റീൽസ് ഷൂട്ട് ചെയ്യുന്നതിനും വേണ്ടി ഈ കാറുകൾ കൊണ്ടുവന്ന് അവിടെ ക്വീൻസ് വാക്ക്വേയിൽ വെച്ച് മത്സരയോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് ഈ കാറുകൾ പിടിച്ചു. ഈ കാറ് പിടിച്ചപ്പോഴാണ് വലിയൊരു തമാശ ഇതിനിടയിൽ സംഭവിച്ചത്. ഈ കാണുന്ന സ്വിഫ്റ്റ് കാറ്, ഈ സ്വിഫ്റ്റ് കാറ് പോലീസ് ആ 2 കാറ് പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ ഈ സ്വിഫ്റ്റ് കാറ് ആ 2 കാറുകൾക്കിടയിലേക്ക് കയറുകയാണ്. കാരണം ഇതിൻ്റെ ഉടമ ഒരു കാസർഗോഡുകാരനാണ്. അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം വിചാരിക്കുന്നത് ഇത് കാറുകളുടെ മത്സര ഓട്ടവും റാലിയും നടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ കാറ് കൂടി ഈ 2 കാറിൻ്റെ ഇടയിലേക്ക് ഈ കാറ് കൂടി കയറുകയാണ്, ഈ സ്വിഫ്റ്റ് കാറ് കൂടി കയറുകയാണ്. അങ്ങനെ ഈ 2 കാറും സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിന്നപ്പോഴാണ് ഈ സ്വിഫ്റ്റ് കാറിൻ്റെ ഉടമ മനസ്സിലാക്കുന്നത് ഇത് പോലീസ് പിടിച്ചു കൊണ്ടുവന്നതാണെന്നുള്ളത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം പോലീസുകാരോട് ചോദിച്ചു, എന്താണ് ഇത്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, മത്സരോട്ടമല്ലേ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ പോലീസുകാർ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, ഞങ്ങൾ 2 കാറാലോ പിടിച്ചത്, നീ എന്തിനാ ഇതിനിടയിൽ കയറിയത് എന്നുള്ളത്. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാകുന്നത് പുള്ളി പെട്ടു എന്നുള്ളത്. എന്തായാലും ഈ സ്വിഫ്റ്റ് കാറിന്റെ ഉടമ അതായത് പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹം വിചാരിച്ചത് ഈ മത്സരോട്ടം തുടരുകയാണ്, ഞാനും കൂടെ അങ്ങ് മത്സരിച്ചേക്കാന്ന് കരുതി അതിനിടയിലേക്ക് വന്ന് ഓടിച്ച് വണ്ടി വന്ന് നിർത്തിയത് പോലീസ് സ്റ്റേഷനകത്താണ് അല്ലേ? തീർച്ചയായിട്ടും സനീഷ്, അദ്ദേഹത്തിലെ ആ ഭാഗത്ത് കുനിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്, അദ്ദേഹം ഒളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്, അദ്ദേഹം ആ ഭാഗത്ത് ഒളിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം ഈ ഘട്ടത്തിലാണ് മനസ്സിലാക്കുന്നത് ഈ വണ്ടി പോലീസ് പിടിച്ചു എന്നുള്ളത്. അദ്ദേഹം ഇവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇത് മത്സരവട്ടമാണ് എന്നുള്ള തരത്തിലൊക്കെയായിരുന്നു അതിനിടയിലേക്ക് കാർ ഓടിച്ച് കയറ്റിയത്. പക്ഷെ അപ്പോഴാണ് പോലീസ് ഈ കാർ പിടിക്കുന്നത്. പിടിച്ചതോടുകൂടി ഇവിടെ എത്തിയപ്പോൾ, എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം സത്യം മനസ്സിലാക്കുന്നത് ഇത് മത്സരവട്ടമല്ല, പകരം കാറ് പോലീസ് പിടിച്ചിട്ട് വന്നതാണ് എന്നുള്ളത്. എന്തായാലും അദ്ദേഹം കൂടി ഇപ്പോൾ ഫൈൻ അടക്കേണ്ടതായി വരും. അദ്ദേഹത്തെ വലിയ തെറ്റൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പോലെ തീതുപ്പുന്ന സൈലൻസറൊക്കെ അഴിച്ചു മാറ്റി പകരം കാറ് പഴയ രീതിയിലാക്കി അദ്ദേഹം ഫൈൻ അടച്ചിട്ട് തിരിച്ചു പോകുന്നതാണ്. ശരി, വളരെ നന്ദി സൈന വിവരങ്ങൾക്ക്. ഏതായാലും അതൊരു ഗൗരവമുള്ള വാർത്തയാണ്. കാരണം വേഗത്തിൽ രാത്രിയാണെങ്കിൽ ഓടിക്കാന്ന് വെച്ചാൽ അപകടം ഉണ്ടാകുന്ന സംഭവമാണ്. പക്ഷേ അതൊരു തമാശയായി. കാരണം ഇദ്ദേഹം ഓടിച്ചിട്ട് മത്സരയോട്ടം ചെന്ന് നിന്നത് പോലീസ് സ്റ്റേഷനകത്താണ് എന്നതാണ് അതിൻ്റെ ഒരു കാര്യം. സഹിനാണ് ആ കാര്യങ്ങൾ നമുക്ക് വിശദാംശങ്ങൾ നൽകിയത്.